നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. മുഹറം 10. എല്ലാവർക്കും മുഹറത്തിൻ്റെ ആശംസകൾ. ജീവിതത്തിന് നേരെ വന്ന വലിയ പ്രതികൂലത്തെ ജയിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും, എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, നമ്മുടെ കൂടെ വന്നവർക്ക്, നമ്മെ വിശ്വസിച്ച് വന്നവർക്ക്, അവർക്കും പ്രതികൂലങ്ങൾ ഉണ്ടായാൽ നമ്മുടെ യാത്ര നേരായ മാർഗത്തിലാണെങ്കിൽ, വിശ്വാസമുള്ളവർക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, അള്ളാഹുവിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകൾക്ക്, കാരണം മുഹറം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണല്ലോ, ഉള്ള ഒരു വലിയൊരു സന്ദേശമാണ്. എന്നാൽ അവർക്ക് മാത്രമാണോ? അല്ല. തകർന്ന ജീവിതങ്ങൾക്കും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും ഇനി മുമ്പോട്ട് പോകാനാകില്ല, ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു സന്ദേശം നൽകുന്ന ഒന്നാണ് മുഹറം. ഞാൻ മുഹറം ജുമാ മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടപ്പോൾ കുറേ ആളുകൾ, ചിലർ ഫോണിൽ വിളിച്ചിട്ടും ചിലർ വാട്സപ്പിലും ഒക്കെ എന്നോട് ചോദിച്ചു, മുഹറത്തെക്കുറിച്ച് നിനക്ക് എന്താ അറിയാം എന്ന്. പണ്ഡിതനൊന്നുമല്ല, മുഹറത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളാണ് എന്നുള്ള അവകാശവാദവുമില്ല. പക്ഷേ മുഹറത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. ഞാൻ എൻ്റെ ബാല്യകാലം, ഒരു യൗവനവും ഒരു നല്ല കാലം നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ശ്രീനഗർ ഒഴികെ ബാക്കിയെല്ലാവരും പോകാൻ പറ്റിയിട്ടുണ്ട്. വീമ്പ് പറയുന്നതല്ല, പറ്റിയതുകൊണ്ട് പറയുന്ന. അവിടെയൊക്കെ മുഹറം എന്ന് പറയുന്നതൊരു 10 ദിവസത്തെ വലിയ ആഘോഷങ്ങളാണ്. കേരളത്തിലത് കുറവാണ്. മുഹറം എന്ന് പറയുന്നത്, മുഹറത്തിൻ്റെ ഒരു കഥ ബൈബിളിൽ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തിൽ. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മോശയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഫറവോനും മോശയും, ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വന്ന മോശ. അത് ഖുറാനിലേക്ക് വരുമ്പോൾ മൂസ എന്നാണ് അവർ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഫറവോനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ കനി ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് തൊഴിലാളികൾ. പക്ഷേ ഈ ബൈബിളിൽ ഫറവോൻ അവരെ വല്ലാത്ത അടിമകളാക്കി, ക്രൂരമായ അടിമ വേലകൾ ചെയ്ത് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മോശ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ഉപദ്രവം ചെയ്യുന്നത് കാണാൻ പ്രയാസമായിട്ട് ഇവരെ വിട്ടയക്കണം എന്ന് ഫറവോനോട് ആവശ്യപ്പെട്ടു. ഫറവോ ഇവരെ പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഫറവോന് 10 മഹാമാരികൾ അയച്ചു. അതാണ് 10ൻ്റെ കണക്ക്. 10 മഹാമാരികൾ ഓരോ ദിവസമായിട്ട് അങ്ങനെ അയച്ചു. പക്ഷേ അതിലൊന്നും അദ്ദേഹം, ഓരോന്ന് വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം അദ്ദേഹം സമ്മതിക്കേണ്ടി വന്നു. 10 ബാധകളെക്കുറിച്ച് പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, ഖുറാനിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഫറവോ സമ്മതിച്ചു, പോകാൻ പറഞ്ഞു അവരെ. കാരണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ ബാധകൾ വന്നുകൊണ്ടേയിരിക്കല്ലേ. അങ്ങനെയാണ് അവർ മൂസാ നബിയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിനായിരിക്കുന്ന തൊഴിലാളികളെയും ആളുകളെയും കൂട്ടി അവർ യാത്ര ചെയ്തു, പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്തപ്പോൾ പിന്നീട് ഫറവോക്ക് തോന്നി അതൊരു തെറ്റായിപ്പോയി എന്ന്. അങ്ങനെ തെറ്റായിപ്പോയി എന്ന് തോന്നിയപ്പോൾ ഫറവോനും 6000-ലധികം വരുന്ന സൈന്യങ്ങളും ഫറവോനെ പിന്തുടർന്നു. മൂസയെ പിന്തുടർന്നു. ആ ഇസ്രായേൽ ജനത്തെയും പിന്തുടർന്നു. അവരെയും പിന്തുടർന്ന് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പിറകെ പോയി. അങ്ങനെ അവരും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഓടിയെത്തിയത്
ഒരു ചെങ്കടലിൻ്റെ മുമ്പിലായിരുന്നു. മുമ്പിൽ ആർത്തിരമ്പുന്ന വലിയ ചെങ്കടൽ, പിറകിൽ ഫറവോനും സൈന്യവും. എന്തു ചെയ്യണമെന്നറിയാതെ മൂസാ നബിയും കൂടെ പോയ ആളുകൾ തമ്മിൽ പിറുവിറുത്തു. ഇവൻ്റെ കൂടെയാണോ ഇറങ്ങി വന്നത്, ഇവനാണോ എന്ന് പറഞ്ഞ് തമ്മിൽ പിറുവിറുത്തു. അങ്ങനെ നിസ്സഹായിരിക്കുമ്പോൾ മൂസ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ള വടി, ദൈവം പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ള വടി ചെങ്കടലിലേക്ക് നീട്ടുക. അങ്ങനെ ചെങ്കടലിലേക്ക് നീട്ടിയപ്പോൾ വലിയ കാറ്റുണ്ടായി. വലിയ കാറ്റുണ്ടായപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു എന്നാണ് പറയുന്നത്. ചെങ്കടൽ രണ്ടായി പിളർന്ന് അവിടെ നിന്ന് ആ വഴി ഇസ്രായേൽ ജനം, മൂസാ നബിയുടെ കൂടെ പോയ ആളുകളും അക്കരയിലേക്കെത്തി. അപ്പോൾ വീണ്ടും അള്ളാഹുവിൻ്റെ അരുളപ്പാടുണ്ടായി, വടി തിരിച്ച് കടലിലേക്ക് തന്നെ കാണിക്കാൻ. വീണ്ടും ചെങ്കടൽ പിളർന്നത് ഒന്നായി മാറി. ഫറവോനും സൈന്യവും അതിൽ നശിച്ചുപോയി, ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അവസാന ഘട്ടത്തിൽ അള്ളാഹുവോട് നിലവിളിച്ചു, പശ്ചാത്താപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല. ദൈവം അവരുടെ ക്ഷമയെ അനുവദിച്ചിട്ടില്ല. കാരണം വാഗ്ദത്തം ലംഘിച്ച ഒരാൾ എന്നുള്ള നിലയിൽ. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന എത്ര വലിയ പ്രതിസന്ധി ആയാലും, നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് പ്രതികൂലമായാലും അള്ളാഹുവിനോട്, ദൈവത്തോട് കൃത്യമായ നിലയിലുള്ള പ്രാർത്ഥനയും വിശ്വാസവുമായി മുമ്പോട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആർത്തിരമ്പുന്ന ചെങ്കടലായാലും അതിനേക്കാൾ വലിയ പ്രതിസന്ധി ആയാലും അതിനെ അതിജീവിക്കാനുള്ള മാർഗവും വഴിയുണ്ടാവും. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനൊക്കെ പലതവണയായിട്ട് മരിച്ചാലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരിച്ചാൽ ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും എന്നെ പ്രചോദിപ്പിച്ചത് ഈ ഒരു ഭാഗമാണ്. ഖുറാനിൽ സൂറ അശുആറ 63, 66 ആ ഭാഗങ്ങളിലും യൂനൂസ് 90, 92 ആ ഭാഗങ്ങളിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അപ്പോൾ ഇത് സംഭവിച്ചത് മുഹറം 10 ആ ദിവസമാണ്. അതാണ് 10. അപ്പോൾ അതുകൊണ്ടാണ് നബി അള്ളാഹു ഈ ദിവസം ഒരു നോമ്പ് വെക്കാൻ, ചില വിഭാഗങ്ങൾ നോമ്പ് നോൽക്കുകയും ആഘോഷമായി ഇത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചെങ്കടൽ പിളർന്ന്, അതുപോലെ തന്നെ ചെങ്കടൽ പിളർന്നും നമ്മുടെ മുമ്പിലുള്ള അതിനേക്കാൾ വലിയ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്ന് ആ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുന്നത്. ത്യാഗത്തിൻ്റെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു ദിനമാണ് മുഹറം 10. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിരുന്നു. ശരിക്കും ഇന്നത്തെ മുഹറം 10 നമുക്ക് ശരിയായ പ്രതിസന്ധികളെ വിജയിച്ച ദിവസമാണ്. രാജ്യത്ത് യുദ്ധം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച അതിൽ നിന്ന് മാറി ഒരുപാട് ഹോട്ടൽ തൊഴിലാളികൾ, ഹോട്ടൽ മുതലാളിമാർ, അല്ല അതിനെ ആശ്രയിച്ച് കഴിയുന്നവർ, അതുപോലെ നിരവധിയായ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടായി. ഇന്ന് ജുമാ ദിവസവും കൂടിയാണ്. അങ്ങനെ ആ നിലയിൽ ഓരോരുത്തർക്കും പല നിലയിലുള്ള വിടുതൽ നൽകിയ ദിവസമാണ്, പല നിലയിലുള്ള മോക്ഷം നൽകിയ ദിവസമാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അള്ളാഹുവിലുള്ള, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചെങ്കടലിനേക്കാൾ ഏത് വിഷയമുണ്ടായാലും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. അതിനെ നേരിടാൻ വേണ്ടി നമുക്ക് പുതുമാർഗങ്ങൾ, പുതുവഴികൾ ഉണ്ടാകും. അത് ഉണ്ടാക്കുക തന്നെ നമ്മൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ പ്രപഞ്ചം, വിശ്വാസമുള്ളവർക്ക് അള്ളാഹു, ദൈവം നിങ്ങൾക്ക് വഴി തുറന്നു തരും എന്നാണ് മുഹറം 10ൻ്റെ സന്ദേശം എന്നാണ് എൻ്റെ ചെറിയ അറിവ്.